ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, ദൈവവചനം നമ്മളോട് പറയുന്നു, സങ്കീർത്തനം അതിൻ്റെ 111 തിരുവചനം, യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു, അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്, അവൻ്റെ സ്തുതി എന്നേക്കും നിലനിൽക്കുന്നു. എന്നേക്കും നിലനിൽക്കുന്ന ഒരു പേരുണ്ടാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നമ്മളെല്ലാവരും. അതേപോലെ മറ്റുള്ളവരുടെ മുമ്പിലും നമ്മുടെ നിത്യജീവിതത്തിലും ശരിയായ ജ്ഞാനവും അറിവും സമ്പാദിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഒരു പരിശ്രമമാണ്. ഇന്ന് കേരളത്തിലുള്ള കുട്ടികളൊക്കെയും വിജ്ഞാന സമ്പാദനത്തിന് വേണ്ടി കേരളത്തിൽ അല്ല വിദേശങ്ങളിലേക്ക് കൂട്ടമായി യാത്രയാകുന്ന ഒരു കാലഘട്ടമാണ്. വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇത്രയേറെ പണം മുടക്കുന്ന, ഇത്രയേറെ ദൂരയാത്ര ചെയ്യുന്ന ഒരു സംസ്കാരം നമ്മുടെ ഇടയിലേക്ക് മുമ്പൊന്നും ഉണ്ടായിട്ടില്ല. ഇത്രയേറെ ഈ വിദ്യാഭ്യാസത്തെയും വിജ്ഞാനത്തെയും ആഗ്രഹിക്കുന്നവരോട്, അതേപോലെ മറ്റുള്ളവരുടെ മുമ്പിൽ നിലനിൽക്കുന്ന ഒരു സ്തുതി, മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ബഹുമാനം ഉണ്ടാകുവാൻ ആഗ്രഹിക്കുന്ന മനുഷ്യ സ്വഭാവത്തോട് ദൈവവചനം ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. യഹോവ ഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം. അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്, അവൻ്റെ സ്തുതി എന്നേക്കും നിലനിൽക്കുന്നു. നിത്യമായ നിലനിൽക്കുന്ന ഒരു പേര്, നിലനിൽക്കുന്ന ഒരു സ്തുതി നൽകുന്ന ഒന്നാണ് യഹോവ ഭക്തി. പലപ്പോഴും ദൈവഭക്തിയെ ലോകം കാണുന്നത് ഒരു ബലഹീനതയുടെ ഒരടയാളവുമായിട്ടാണ്. മനുഷ്യൻ പരാജയപ്പെടുമ്പോൾ, വേദനകളുണ്ടാകുമ്പോൾ, ദുഃഖങ്ങളുണ്ടാകുമ്പോൾ ദൈവത്തിങ്കിലേക്ക് തിരിയുന്നു. മനുഷ്യൻ്റെ സന്തോഷങ്ങളിൽ, വിജയങ്ങളിൽ ദൈവത്തെ പലപ്പോഴും മറന്നു പോകുന്നു. അങ്ങനെ പരാജയങ്ങളുടെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്ക്, വേദനയുടെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്ക് ഒക്കെയുള്ള ഒരു ഇടമായിട്ട്, അതേപോലെ ഏറ്റവും ബുദ്ധി കുറഞ്ഞവൻ്റെ ബുദ്ധിയാണ് ദൈവത്തിലേക്ക് ആശ്രയിക്കുക എന്ന്, ദൈവത്തിലെല്ലാത്തിനും ഉത്തരം കാണുക എന്ന് മനുഷ്യൻ കരുതുന്ന ഒരവസ്ഥയിലാണ് ആധുനിക കാലമായിരിക്കുന്നത്. പക്ഷേ ദൈവവചനം ഓർമ്മിപ്പിക്കുന്നു, ഏറ്റവും വലിയ ബുദ്ധി എന്ന് പറയുന്നത് യഹോവ ഭക്തിയാണ്. യഹോവ ഭക്തി മനുഷ്യനെ ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, യഹോവ ഭക്തി മനുഷ്യ ജീവിതത്തിലേക്ക് എല്ലാ വിധത്തിലുള്ള നന്മകൾ ഉപദേശം നൽകുന്നു എന്നുള്ളതാണ്. സങ്കീർത്തനക്കാരൻ അതുകൊണ്ട് സാദൃശ്യവാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു. 15 അധ്യായം അതിൻ്റെ 33 തിരുവചനം, യഹോവ ഭക്തി ജ്ഞാനോപദേശമാകുന്നു എന്ന്. അത് സകല ജ്ഞാനവും യഹോവ ഭക്തി ഉപദേശിച്ചു തരുന്നു. കാരണം എന്താണ്? സദൃശവാക്യത്തിൽ മറ്റൊരു ഭാഗത്ത് ശലോമോൻ ഓർമ്മപ്പെടുത്തുകയാണ്, യഹോവ ഭക്തി ദോഷത്തെ വിട്ട് അകലുന്നതാകുന്നു. സകല ദോഷങ്ങളിൽ നിന്നും മാറി നിൽക്കുവാൻ യഹോവ ഭക്തി നമ്മെ ഉപദേശിക്കുന്നു. തിന്മയുടെ വഴികളിലേക്ക്, ഈ ലോകത്തിൻ്റെ നിയമങ്ങളൊക്കെയും പാലിക്കപ്പെടുന്നതും എല്ലാം ഒരു ഭയത്തിൽ നിന്നാണ്. പക്ഷേ യഹോവ ഭക്തിയിൽ നിയമങ്ങൾ പാലിപ്പിക്കപ്പെടുന്നത് ഭയം കൊണ്ടല്ല, നേരെ മറിച്ചുള്ള ദൈവത്തോടുള്ള നിതാന്തമായ സ്നേഹം കൊണ്ടാണ്. ഇവിടെ യഹോവ ഭക്തി അല്ലെങ്കിൽ ദൈവഭയം എന്ന് പറയുമ്പോൾ അത് ഒരു ഭീതിപ്പെടുത്തുന്ന ഒരു ഭയമല്ല, നേരെ മറിച്ച് ഏറ്റവും ഉന്നതമായ സ്നേഹത്തെയാണ് ഇവിടെ ഭയം അല്ലെങ്കിൽ ഭക്തി എന്ന് വെളിപ്പെടുത്തുന്നത്. ആ ദൈവത്തോടുള്ള സർവ്വത്തെയും അതിലംഘിക്കുന്ന ആ വലിയ സ്നേഹം, അതാണ് ഓരോ ഭക്തനിൽ നിന്നും, ഓരോ വിശ്വാസിയിൽ നിന്നും ദൈവം ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ആ ഭക്തി അവന് വേണ്ടതെല്ലാം ഉപദേശിച്ചു കൊടുക്കുന്നു. പ്രിയമുള്ളവരെ, കർത്താവിനോടുള്ള ഭക്തിയെപ്പറ്റി ഇയ്യോബ് പറയുന്നത് ഇങ്ങനെയാണ്. എൻ്റെ 28 അധ്യായം 28 വാക്യം, കർത്താവിനോടുള്ള ഭക്തി തന്നെയാണ് ജ്ഞാനം, ദോഷം വിട്ടകന്ന് നടക്കുന്നത് തന്നെ വിവേകമെന്ന് അവൻ മനുഷ്യനോട് അരുളി ചെയ്തു. ദോഷം വിട്ട് അകന്ന് നടക്കുന്നതാണ് വിവേകം. യഹോവയുടെ ഭക്തി അത് തന്നെയാണ് ജ്ഞാനം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്.
പ്രിയമുള്ളവരെ. അതുകൊണ്ട് ദൈവഭക്തിയുടെ വലിയ ഒരു വഴിയെ തിരഞ്ഞെടുക്കുവാൻ, ദൈവഭക്തിയുടെ വഴിയെ സഞ്ചരിക്കുവാൻ ദൈവം നമ്മെ ആഹ്വാനം ചെയ്യുന്നു. ഭക്തിയുടെ വഴിയിൽ നിതാന്തം സഞ്ചരിച്ച, ദൈവഭക്തിയുടെ വഴിയിലൂടെ സഞ്ചരിച്ച എല്ലാവരും മാനവും ഐശ്വര്യവും നേടിയിട്ടുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ഭക്തിയുടെ വഴി വിട്ട് തൻ്റെ വഴിയിലൂടെ പോകുന്ന മനുഷ്യൻ നാശത്തിലേക്ക് നീങ്ങുന്ന ഒരു ചിത്രം നമ്മൾ കാണുകയാണ്. ദൈവഭക്തനായ ഒരു മനുഷ്യൻ, ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ ജീവിതത്തിൽ സഞ്ചരിച്ച ഒരു വ്യക്തിക്ക് എന്താണ് അവൻ്റെ ജീവിതത്തിൽ അത് നൽകുന്നത്? ഈ ഭക്തിയിലൂടെ സഞ്ചരിക്കുന്ന വ്യക്തിയുടെ വ്യക്തി ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ഉദാഹരണമാണ്, ഭക്തനായൊരുവൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന അനുഗ്രഹങ്ങളുടെ ഒരു നിത്യമായ ഒരു ദൃഷ്ടാന്തമാണ് അബ്രാഹാം എന്ന് പറയാം. അബ്രാഹാമിനോട് ദൈവം ആവശ്യപ്പെടുന്നത് വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള തിരുവചനത്തിൽ ഇങ്ങനെ ദൈവം അരുളി ചെയ്യുന്നു. യഹോവ അബ്രാഹാമിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ നിൻ്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃദേശത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേര് വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നാൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ദൈവത്തെ തെരഞ്ഞെടുത്ത ദൈവവഴിയിലേക്ക് തിരിഞ്ഞ അബ്രാഹാമിനോട് ദൈവം പറയുകയാണ്, മറ്റുള്ള ഈ ലോകത്തിൻ്റെ വഴികളിൽ നിന്നും, ഈ ലോകത്തിൻ്റെ കാഴ്ചപ്പാടുകളിൽ നിന്നും, ബന്ധങ്ങളിൽ നിന്നും മാറിയിട്ട് ദൈവത്തിൻ്റെ വഴിയെ പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന അബ്രാഹാമിനോട് പറയുകയാണ്, നീ നിൻ്റെ ദേശത്തെയും ചാർച്ചക്കാരെയും വിട്ടുപോകുക. ദൈവത്തിൻ്റെ വഴിയിലേക്ക് വരുന്ന ഓരോ വ്യക്തിയോടും ദൈവവചനമാകുന്ന ജ്ഞാനം ഉപദേശിക്കുന്നത് പലതും വിട്ടുകളയുവാനാണ്. ഈ ലോകത്തിൻ്റെ തിന്മയുടേതായി, ഈ ലോകത്തിൻ്റെ സ്വന്തം എന്ന് കരുതുന്ന പലതിനെയും വിട്ടുകളയുവാനാണ് അവിടെ ദൈവവചനം ഒന്നാമത് ആവശ്യപ്പെടുന്നത്. ഇവയെ അബ്രാഹാം വിട്ടുകളയുമ്പോൾ, ദൈവത്തിന് വേണ്ടി, ദൈവകൽപ്പനയുടെ പാലനത്തിന് വേണ്ടി അവൻ ഇവയെല്ലാം വിട്ടുപേക്ഷിക്കുമ്പോൾ, അവൻ്റെ വിഗ്രഹാരാധനയിലൂന്നിയ, ബഹുദേവാരാധനയിലൂന്നിയ സംസ്കാരത്തെ പൂർണ്ണമായി അവൻ വിട്ടുപേക്ഷിച്ചിട്ട് യഹോവ കാണിക്കാനുള്ള വഴി, ഏക ദൈവവിശ്വാസത്തിൻ്റെ വഴി, സത്യാരാധനയുടെ വഴിയിലേക്ക് അവൻ തിരിയുമ്പോൾ അവന് കൊടുക്കുന്ന വാഗ്ദാനമാണ് തുടർന്ന് നമ്മൾ കാണുന്നത്. യഹോവ ഭക്തനായി മാറുന്ന ഒരുവനുള്ള വാഗ്ദാനമാണ് നാം കാണുന്നത്. അവനോട് പറയുകയാണ്, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേര് വലുതാക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നാൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അബ്രാഹാമിനെ ഒരു അനുഗ്രഹമാക്കി മാറ്റുന്ന ദൈവം, ദൈവത്തിലേക്ക് തിരിയുന്ന ഒരുവന് ദൈവം നൽകുന്ന ഏറ്റവും വലിയ വാഗ്ദാനമാണത്. അവനെ ഒരനുഗ്രഹമാക്കി രൂപാന്തരപ്പെടുത്തുന്ന ദൈവം. ഇവിടെ ദൈവം ദൈവഭക്തനായവന് കൊടുക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് നോക്കുക. നമ്മുടെ ഒന്ന്, അവൻ്റെ ഇതെല്ലാം വിട്ടുപേക്ഷിക്കുമ്പോൾ അവന് കൊടുക്കുന്ന ഒന്നാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് ഒരു ഭൂമിയാണ്, ഒരു വാഗ്ദത്ത ദേശം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, യഹോവ അബ്രാഹാമിന് പ്രത്യക്ഷമായി, നിൻ്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക എന്ന് പറഞ്ഞവൻ അവൻ ആ ദേശത്തേക്ക് കടന്നു ചെന്നപ്പോൾ ദൈവം അവന് ഈ ദേശം അവന് കൊടുക്കും എന്ന് പറയുകയാണ്. അതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങളിൽ ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മളിങ്ങനെ കാണുന്നു, ലോത്ത് അബ്രാഹാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം യഹോവ അബ്രാഹാമിനോട് അരുളി ചെയ്ത്, നീ തലപൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാട്ടും നോക്കുക. നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്ക് തരും, നിനക്കും നിൻ്റെ സന്തതിക്ക് ശാശ്വതമായി തരും. ദൈവം അബ്രാഹാമിനോട് കൊടുക്കുന്ന ഒരു വലിയ വാഗ്ദാനം ഇതാണ്.
നീ ആയിരിക്കുന്ന നിൻ്റെ പ്രദേശത്ത് നീ തല പൊക്കി നോക്കുക. നീ വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാട്ടും നോക്കുക. ഒരർത്ഥത്തിൽ സ്ലീബായുടെ ആകൃതിയിൽ നോക്കാനാണ് അവനോട് പറയുന്നത്. ആ നോട്ടത്തിൽ തന്നെ യേശു ക്രിസ്തു മറഞ്ഞിരിപ്പുണ്ട്. ആ ദേശത്തെ ആ വിധത്തിൽ ദൈവത്തിലൂടെ നോക്കുമ്പോൾ അവനോട് പറയുന്ന ഈ ദേശം നിനക്ക് അവകാശമായി തരുമെന്നാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിലേക്ക് തിരിയുന്ന ഓരോരുത്തർക്കും, ദൈവഭക്തിയുടെ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഓരോരുത്തർക്കും അവൻ ഒരുപാട് അനുഗ്രഹങ്ങൾ വെച്ചിരിക്കുന്നു. ആധ്യാത്മികമായ അനുഗ്രഹങ്ങൾ മാത്രമല്ല, ഭൗതികമായ അനുഗ്രഹങ്ങളും. ദൈവം നമുക്ക് ആധ്യാത്മികമായ നിത്യതയിലുള്ള സമ്പാദ്യങ്ങൾ അവൻ നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഭൗതികമായ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിന് ആവശ്യമായ ഇതെല്ലാം നമുക്ക് തരുവാൻ ഉള്ള അപ്പൻ അവൻ തന്നെയാണ്. നമ്മൾക്ക് ആവശ്യമായ അന്നന്നത്തെ ആഹാരം തരുന്ന അപ്പനാണ് അവൻ. നമുക്ക് വസിക്കാനുള്ള വീട് തരുന്നത്, ആരോഗ്യം തരുന്നത്, നമ്മൾക്ക് വേണ്ട ബന്ധങ്ങൾ തരുന്നത്, നമ്മുടെ ജീവിതത്തിൽ ജോലി തരുന്നത്, നമ്മളുടെ ഭൗതികമായ എന്താവശ്യങ്ങളും ദൈവത്തിൻ്റെ സന്നിധിയിൽ ധൈര്യത്തോടെ കടന്നു എന്ന് ചോദിക്കുവാൻ ഓരോ വിശ്വാസിക്കും അവകാശമുണ്ട്. അബ്രാഹാമിന് ദൈവം കൊടുക്കുന്നത് ഇതുപോലെയൊരു വലിയ അനുഗ്രഹമാണ്. അവന് ഭൗതികമായ അനുഗ്രഹ സമൃദ്ധി ദൈവം കൊടുക്കുന്നു. വിശ്വാസത്തിൻ്റെ വഴിയിലൂടെ പോകുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ ഭൗതികമായ അനുഗ്രഹങ്ങൾ ഉണ്ടാകുമെന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 24 അധ്യായം അതിൻ്റെ 34 തിരുവചനം. അവിടെ അബ്രാഹാമിൻ്റെ ദാസൻ ഏലിയാസർ അബ്രാഹാമിനെ പറ്റി പറയുന്ന വാക്കുകൾ നോക്കുക. അപ്പോൾ അവൻ പറഞ്ഞത്, ഞാൻ അബ്രാഹാമിൻ്റെ ദാസൻ, യഹോവ എൻ്റെ യജമാനനെ ഏറ്റവും അനുഗ്രഹിച്ചു, അവനെ മഹാനാക്കി തീർത്തിരിക്കുന്നു. അവന് ആട്, മാട്, പൊന്ന്, വെള്ളി, ദാസീദാസന്മാർ, ഒട്ടകങ്ങൾ, കഴുതകൾ എന്നിവയൊക്കെയും കൊടുത്തിരിക്കുന്നു എന്ന് പറയുകയാണ്. അബ്രാഹാമിനെ എല്ലാ വിധത്തിലും ഭൗതികമായി അനുഗ്രഹിച്ച ഒരു ദൈവത്തെ കാട്ടുകയാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിങ്കിലേക്ക് തിരിയുന്നവർക്ക് അവർ ദൈവത്തിന് വേണ്ടി പലതും നഷ്ടപ്പെടുത്തുവാൻ, സമയം മാറ്റിവെക്കുവാൻ, സമ്പത്ത് ചെലവഴിക്കുവാൻ മനസ്സാകുന്ന ഒരു വ്യക്തിക്ക്, യഹോവാഭക്തിയുടെ വഴി തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിക്ക് ഭൗതികമായ അനുഗ്രഹങ്ങളെ നൽകുന്നവനാണ് ദൈവം. ഭൗതികമായ അനുഗ്രഹങ്ങൾ മാത്രമല്ല അവൻ തരുന്നത്, പക്ഷേ അവൻ ഭൗതികമായ അനുഗ്രഹങ്ങളും നമുക്ക് നിശ്ചയമായി നൽകും എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. തുടർന്ന് നമ്മൾ കാണുന്നത് എന്താണ്? അബ്രാഹാമിന് കൊടുക്കുന്ന വലിയൊരു വാഗ്ദാനം അവൻ്റെ സന്തതിയെ സംബന്ധിച്ചാണ്. പ്രത്യേകിച്ചും അബ്രാഹാമിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത അവന് കുട്ടികളില്ലാതെ വൃദ്ധരായ വ്യക്തിത്വമായിരുന്നു. അവന് 85 വയസ്സോളം വാഗ്ദാനം കിട്ടിയിട്ടും അവന് കുട്ടികളുണ്ടായില്ല. അപ്പോൾ ഇവിടെ തുടർന്ന് നമ്മൾ കാണുകയാണ് ഈ ഒരു അവസരത്തിൽ ഉൽപ്പത്തിയുടെ പുസ്തകം 15 അധ്യായത്തിൻ്റെ 1 മുതലുള്ള തിരുവചനത്തിൽ, അതിൻ്റെ ശേഷം അബ്രാഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, അബ്രാമേ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ പരിചയം നിൻ്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. അതിന് അബ്രാഹാം, കർത്താവായ യഹോവേ, നീ എനിക്ക് എന്ത് തരും? ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ. എൻ്റെ അവകാശി ദമാശോക്കുകാരനായ ഏലിയാസ് എത്രയെന്ന് പറഞ്ഞു. നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ല. എൻ്റെ വീട്ടിൽ ജനിച്ച ദാസൻ എൻ്റെ അവകാശിയാകുന്നു എന്നും അബ്രാം പറഞ്ഞു. അവൻ നിൻ്റെ അവകാശിയാകിയില്ല, നിൻ്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിൻ്റെ അവകാശിയാകും എന്ന് അവന് യഹോവയുടെ അരുളിപ്പാടുണ്ടായി. പിന്നെ അവനെ പുറത്തു കൊണ്ടുചെന്നു, നീ ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. നിൻ്റെ സന്തതി ഇങ്ങനെയാകുമെന്ന് അവനോട് കൽപ്പിച്ചു. അവൻ യഹോവയിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. അബ്രാഹാമിൻ്റെ വലിയൊരു പ്രത്യേകതയാണ് നമ്മളിവിടെ കാണുന്നത്. അബ്രാഹാമിന് കിട്ടുന്ന അടുത്ത ഒരു വാഗ്ദാനം എന്ന് പറയുന്നത്, അവൻ്റെ വാർദ്ധക്യത്തിലെത്തിയിട്ടും ദൈവത്തോട് അവൻ തൻ്റെ ആവശ്യങ്ങളെ ചോദിക്കുന്ന ഒരു മകൻ്റെ ചിത്രം നമ്മളിവിടെ കാണുകയാണ്. വാർദ്ധക്യത്തിലായ വൃദ്ധനായവനും ദൈവത്തിന് മുമ്പിൽ ഒരു ശിശുവിനെ പോലെ നിൽക്കുകയാണ്.
ഒരു കുഞ്ഞ് തൻ്റെ ജീവിതത്തിലെ ആവശ്യങ്ങൾക്കെല്ലാം അപ്പൻ്റെ അടുക്കൽ ചെന്ന് ചോദിക്കുന്ന പോലെ അബ്രാഹാം തൻ്റെ ആവശ്യങ്ങളെല്ലാം ദൈവത്തിങ്കിലേക്ക് പകർന്നു കൊടുക്കുന്ന ഇവിടെ കാണുകയാണ്. ദൈവം അവൻ്റെ സ്വപ്നത്തിൽ അവന് പ്രത്യക്ഷനായി. അവനോട് അബ്രാഹാമേ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ പരിചയം നിൻ്റെ അതിമഹത്തായ പ്രതിഫലവുമാണ് എന്ന് പറയുമ്പോൾ അവൻ ചോദിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവമായ യഹോവേ, എനിക്ക് എന്ത് തരും? എനിക്കെന്ത് തരും? ഇതാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ ചോദിക്കുന്നത്. അതായത് നീ എൻ്റെ പ്രതിഫലമാണ് എന്ന് പറയുമ്പോൾ അവൻ ചോദിക്കുകയാണ്, നീ എനിക്കെന്ത് തരും? കാരണം എന്നിട്ട് അബ്രാഹാമിൻ്റെ ഹൃദയത്തിലെ ഏറ്റവും വലിയ വേദന ഇതാണ്: ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നു, എൻ്റെ അവകാശി ദമാശേക്കുകാരനായിട്ടുള്ള ഏലിയാസറാണ് എന്നുള്ളത്. നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ല. അവന് ഭൗതികമായ മറ്റൊന്നുമല്ല, അവൻ്റെ ജീവിതത്തിൽ ഒരു കുഞ്ഞില്ല എന്നുള്ളതാണ് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടം. അവൻ്റെ കണ്ണുനീരിനോട് നീ ഭൗതികമായതൊന്നും ചോദിക്കരുത് എന്ന് പറയുന്ന ഒരു ദൈവത്തെ അല്ല, ഈ ചോദ്യത്തിന് മുമ്പിൽ മുഖം ധരിച്ചു നിൽക്കുന്ന ഒരു ദൈവത്തെ അല്ല നമ്മൾ കാണുന്നത്. നേരെ മറിച്ച് ദൈവം അവനോട് പറയുന്ന ഇങ്ങനെയാണ്: അവൻ നിൻ്റെ അവകാശിയാകില്ല. ആര്? നിൻ്റെ ദാസനല്ല നിൻ്റെ അവകാശിയാകുന്നത്, നിൻ്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്ന നിൻ്റെ മകൻ തന്നെ നിൻ്റെ അവകാശിയായിത്തീരും എന്ന് പറയുന്ന ഒരു ദൈവത്തെ നമ്മൾ കാണുകയാണ്. ഒരുവൻ്റെ കണ്ണുനീരിനെ, അവൻ്റെ പ്രയാസത്തെ കാണുന്ന ഒരു ദൈവമാണ് ഇവിടെ കാണുന്നത്. എന്നിട്ട് അവനോട് നീ എഴുന്നേറ്റ് പുറത്തു പോകുക എന്ന് പറഞ്ഞ്, നീ ആകാശത്തിലേക്ക് നോക്കുക എന്ന് പറഞ്ഞ്, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിക്കുകയാണ്. നിൻ്റെ സന്തതി ഇങ്ങനെയാകുമെന്ന് പറഞ്ഞ് അവൻ്റെ ഉള്ളിൽ പ്രത്യാശ കൊണ്ട് നിറയ്ക്കുന്ന ഒരു ദൈവം. അപ്പോൾ ഈ ദൈവത്തിൻ്റെ വചനത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്ന അബ്രാഹാം, ഇതാണ് അബ്രാഹാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. പ്രിയമുള്ളവരെ, യഹോവയിലുള്ള വിശ്വാസമാണ് നമ്മുടെ ഏറ്റവും വലിയ നീതി. നമ്മെ നീതീകരിക്കുന്നത് ഈ വിശ്വാസമാണ്. അതുകൊണ്ട് പൂർണ്ണമായി അവനിൽ വിശ്വസിക്കുവാൻ നമുക്ക് ഇടയായിത്തീരണം. അബ്രാഹാമിന് ദൈവം ഇവിടെ ഒരു മകനെ വാഗ്ദാനം ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ അവന് മക്കളില്ലാതിരിക്കുന്ന അവസരത്തിൽ അവന് ദൈവം കൊടുക്കുന്ന ഒരു വലിയ വാഗ്ദാനമാണ് ഈ മകൻ എന്ന് പറയുന്നത്. പക്ഷേ പിന്നീട് നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുകയാണ്, ഈ വാഗ്ദാനം കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത് യേശുക്രിസ്തു എന്ന് പറയുന്ന മകനെയായിരുന്നു എന്ന് നമ്മൾ കാണുകയാണ്. അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായ ദൈവപുത്രൻ തന്നെ അവൻ്റെ മകനായി പിറക്കുന്ന ആ മകനെയാണ് അവന് കൊടുക്കുന്നത്. ഗലാത്യ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 7-ാമത്തെ തിരുവചനത്തിൽ പരിശുദ്ധനായ പൗലോസ് ഇങ്ങനെ പഠിപ്പിക്കുന്നു: അതുകൊണ്ട് വിശ്വാസികൾ എത്ര അബ്രാഹാമിൻ്റെ മക്കൾ, എന്നാൽ ദൈവം വിശ്വാസം മൂലം വിജാതികളെ നീതീകരിക്കുന്നു എന്ന് തിരുവെഴുത്ത് മുൻ കണ്ടിട്ട് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം അബ്രാഹാമിനോട് മുൻകൂട്ടി അറിയിച്ചു. അങ്ങനെ വിശ്വാസിയായ അബ്രാഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. ഇവിടെ വിശ്വാസിയായ അബ്രാഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടുന്നതിനെ ഇവിടെ നമുക്ക് കാട്ടിത്തരികയാണ്. എല്ലാ വിശ്വാസികളും യേശുക്രിസ്തുവിലൂടെയുള്ള ഈ വലിയ വാഗ്ദാനത്തിന് ഓഹരിക്കാരാണ് എന്ന് ഇവിടെ ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ തിരുവചനത്തിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നു: എന്നാൽ അബ്രാഹാമിനും അവൻ്റെ സന്തതികൾക്കും വാഗ്ദത്തം ലഭിച്ചു. സന്തതികൾക്കും എന്ന് അനേകരെക്കുറിച്ചല്ല, നിൻ്റെ സന്തതിക്കും എന്ന ഏകനെക്കുറിച്ച് എത്ര പറയുന്നത്? അത് ക്രിസ്തു തന്നെ. ക്രിസ്തു തന്നെയാണ് ആ ഏക സന്തതി എന്ന് പറയുന്നത്. ആ ക്രിസ്തു എന്ന് പറയുന്ന ഏക സന്തതിയിലൂടെയാണ് സകല ജാതികളും നിന്നാൽ അനുഗ്രഹിക്കപ്പെടും എന്ന് പറയുന്ന ആ അനുഗ്രഹത്തെ കിട്ടിയത്. സകല ജാതികൾക്കും രക്ഷ നൽകുന്ന ആ വലിയ വാഗ്ദാനം അബ്രാഹാം പ്രാപിച്ചത് എന്തിലൂടെയാണെന്നറിയുമോ? അവൻ നേടിയ ആ വലിയ മാനം, ആ വലിയ അനുഗ്രഹം, ആ വലിയ ജീവൻ, ലോകത്തിൻ്റെ ജീവനെ തന്നെ അവൻ ലോകത്തിന് നൽകി. എങ്ങനെയാണെന്നറിയാമോ? അവൻ ദൈവത്തിൽ വിശ്വസിച്ചു. യഹോവയിലുള്ള ഭക്തിയാണ് അവൻ ഈ വലിയ വാഗ്ദാനങ്ങളിലേക്ക് അവനെ നയിക്കുവാനിടയായി തീർന്നത്. പ്രിയമുള്ളവരെ, അബ്രാഹാമിന് ലഭിച്ച ആ വലിയ വാഗ്ദാനം നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കുവാൻ ആ വലിയ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. ഇവിടെ
മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ആരംഭിക്കുന്ന ഇങ്ങനെയാണ്: അബ്രാഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി. യേശു ക്രിസ്തുവിനെ അവിടെ അവതരിപ്പിക്കുന്നത് അബ്രാഹാമിൻ്റെ പുത്രനായിട്ടാണ്. എന്തുകൊണ്ടാണ്? കാരണം അബ്രാഹാമിൻ്റെ വിശ്വാസത്തിനുള്ള അംഗീകാരമാണ്. പ്രിയമുള്ളവർ, ഇത് തന്നെയാണ് മറ്റൊരിടത്ത് നമ്മൾ കാണുന്നു. 2 ദിനവൃത്താന്ത പുസ്തകം അതിൻ്റെ 1-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിന് രാജാവാകുവാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ശലോമോൻ നടത്തുന്ന ഒരു പ്രാർത്ഥനയാണ്. അവൻ തിരഞ്ഞെടുക്കപ്പെട്ട ഉടനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വന്നിട്ട് അവൻ ദൈവത്തോട് ചോദിക്കുകയാണ്, ഈ വലിയ ജനത്തിൻ്റെ നായകനായിരിക്കേണ്ടതിന് ജ്ഞാനവും വിവേകവും തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇതിന് ദൈവം കൊടുക്കുന്ന യഹോവാ ഭക്തി, ദൈവത്തിൻ്റെ അടുക്കൽ ഭക്തിയോടെ കടന്നു വന്ന് അവൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കുന്നവന് ദൈവം കൊടുക്കുന്ന അനുഗ്രഹം എന്താണ്? ദൈവവചനം ഇങ്ങനെ പറയുന്നു: ആകയാൽ ഈ ജനത്തിൻ്റെ നായകനാകേണ്ടതിന് എനിക്ക് ജ്ഞാനവും വിവേകവും തരണമേ, അല്ലാതെ നിൻ്റെ ഈ വലിയ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ ആർക്ക് കഴിയും? അതിന് ദൈവം ശലോമോനോട്, ഇത് നിൻ്റെ താല്പര്യമാകിയാലും ധനം, സമ്പത്ത്, മാനം, ശത്രുനിഗ്രഹം എന്നിവയോ ദീർഘായുസ് ചോദിക്കാതെ ഞാൻ നിന്നെ രാജാവാക്കി വെച്ച എൻ്റെ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ ജ്ഞാനവും വിവേകവും ഉള്ള ഹൃദയം നീ ചോദിക്കിയാലും ഞാൻ നിനക്ക് ജ്ഞാനവും വിവേകവും നൽകുന്നു. കൂടാതെ ഈ ഇതുവരെ ഉണ്ടായ ഇസ്രായേൽ രാജാക്കന്മാർക്ക് ഉണ്ടാകാത്ത ധനവും മാനവും സമ്പത്തും ഞാൻ നിനക്ക് നൽകുന്നു എന്ന് ദൈവം അരുളി ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു എന്ന് മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും ദൈവം ആഗ്രഹിക്കുന്നെന്തോ അത് ചോദിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള ഭക്തി എന്ന് പറയുന്നത്. ഈ വിധത്തിൽ ഭക്തിയോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു ചെല്ലുന്നവർക്ക് അവർക്ക് വേണ്ട ആധ്യാത്മിക അനുഗ്രഹങ്ങൾ മാത്രമല്ല, ഭൗതികമായ അനുഗ്രഹങ്ങളും അവർക്ക് നൽകുന്നവനാണ് ദൈവം. അതുകൊണ്ട് സാദൃശ്യവാക്യം അതിൻ്റെ 22-ാം അധ്യായം 4-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു: താഴ്മയ്ക്കും യഹോവ ഭക്തിക്കുള്ള പ്രതിഫലം ധനവും മാനവും ജീവനുമാകുന്നു. യഹോവ ഭക്തിക്കുള്ള പ്രതിഫലം അത് താഴ്മയോടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുക എന്നാണ് ഭക്തി. എനിക്കെല്ലാം കഴിയുമെന്ന് കരുതുന്നവന് ഒരിക്കലും ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുവാൻ പറ്റത്തില്ല. ദൈവത്തിലേക്ക് കടന്നു ചെല്ലുന്നത് വിനയമുള്ളവനാണ് കടന്നു ചെല്ലാൻ പറ്റുക. അതുകൊണ്ട് സദൃശവാക്യത്തിൽ പറയുന്നു 11:2 അഹങ്കാരം വരുമ്പോൾ ലജ്ജയും വരുന്നു, താഴ്മയുള്ളവരുടെ പക്കലോ ജ്ഞാനവുമുണ്ട്. ആദാം അഹങ്കരിച്ചു, ആദാം വീണുപോയി. നെബൂഖദ്നേസർ അഹങ്കരിച്ചു, അവൻ മൃഗസമാനനായി. താഴ്മയോടെ വിനയത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെന്ന ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടുന്നത് നമുക്ക് കാണാം. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെന്ന ഓരോരുത്തരോടും ദൈവവചനം പറയുന്ന ഇതാണ്: യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണ്. അതുകൊണ്ട് ഈ സന്ദേശമാണ് ശലോമോൻ പിന്നീട് എപ്പോഴും പഠിപ്പിക്കുന്നത്. ജ്ഞാനത്തെപ്പറ്റി, യഹോവ ഭക്തിയെപ്പറ്റി ഏറ്റവും കൂടുതൽ ആവർത്തിച്ചിരുന്നത് ശലോമോനാണ്. ശലോമോൻ എൻ്റെ പുസ്തകം ആരംഭിക്കുന്നത് തന്നെ സദൃശ്യവാക്യം അതിൻ്റെ 1:7 യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. 9-ാമത്തെ അധ്യായം അതിൻ്റെ 10-ാമത്തെ തിരുവചനത്തിൽ ഇത് തന്നെ വീണ്ടും പറയുന്നു: യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭവും പരിശുദ്ധനെക്കുറിച്ചുള്ള പരിജ്ഞാനം വിവേകവുമാകുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. അദ്ദേഹം വീണ്ടും പറയുന്നു അതിൻ്റെ 8-ാം അധ്യായം 13-ാമത്തെ തിരുവചനം: യഹോവ ഭക്തി ദോഷത്തെ വിട്ട് വെറുക്കുന്നതാകുന്നു. 14-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ തിരുവചനത്തിൽ അദ്ദേഹം പറയുന്നു: യഹോവ ഭക്തി ജീവൻ്റെ ഉറവയാകുന്നു, അതിനാൽ മരണത്തിൻ്റെ കെണികളെ ഒഴിഞ്ഞു പോകും. 15-ാം അധ്യായം 33-ാമത്തെ വചനത്തിൽ പറയുന്നു യഹോവ ഭക്തി ജ്ഞാനോപദേശമാകുന്നു എന്ന്. 16-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ തിരുവചനത്തിൽ പറയുന്നു ദൈവം വിശ്വസ്തയും കൊണ്ട് അകൃത്യം പരിഹരിക്കപ്പെടുന്നു. യഹോവ ഭക്തി കൊണ്ട് മനുഷ്യർ ദോഷത്തെ വിട്ട് അകലുന്നു. അദ്ദേഹം സഭാപ്രസംഗി എന്ന് പറയുന്ന പുസ്തകം, ജ്ഞാനത്തിൻ്റെതായ വലിയ പുസ്തകം എഴുതി അവസാനിപ്പിക്കുന്നത്, ഉപസംഹരിക്കുന്നത് ഇങ്ങനെയാണ്: എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊള്ളുക, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടത്. അപ്പോൾ യഹോവ ഭക്തനായ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് എല്ലാ അനുഗ്രഹങ്ങളുമാണ് എന്ന് ഇവിടെ ദൈവവചനം പറയുന്നു. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ തിരുവചനത്തിൽ ഈ ചോദ്യം തന്നെ പത്രോസ് ശ്ലീഹ ചോദിക്കുന്നത് നമുക്ക് കാണാം. പത്രോസ് ശ്ലീഹ കർത്താവിനോട് ചോദിക്കുകയാണ്:
ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുന്നുവല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് ചോദിച്ചു. അതിന് യേശു തമ്പുരാൻ അവരോട് പറഞ്ഞത്, എന്നെ അനുഗമിച്ചിരിക്കുന്നവരായ നിങ്ങൾ പുനർജനനത്തിൽ മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിലിരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനത്തിലിരുന്ന് ഇസ്രായേൽ ഗോത്രം 12-ന് ന്യായം വിധിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എൻ്റെ നാമം നിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയെയോ നിലങ്ങളെയോ വിട്ടുകളഞ്ഞവന് എല്ലാം 100 മടങ്ങ് ലഭിക്കും. അവൻ നിത്യജീവനെയും അവകാശിക്കും. പ്രിയമുള്ളവരെ, പത്രോസ്ലീഹായ്ക്ക് പുതിയ നിയമത്തിൽ കൊടുക്കുന്ന വാഗ്ദാനം ഇത് തന്നെയാണ്. താഴ്മയോടെ ദൈവത്തിലേക്ക് ഭക്തിയോടെ തിരിയുന്നവർക്ക് ഒരു പ്രതിഫലമുണ്ട്. ആ പ്രതിഫലം എന്താണ്? ഈ ലോകത്തിൽ തന്നെ ധനവും മാനവും നിത്യതയിലുള്ള ജീവനുമാണ്. ഈ ലോകത്തിൽ മാന്യമായ ജീവിതം, യഥാർത്ഥ വിധത്തിൽ വിശുദ്ധി നിറഞ്ഞൊരു ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക്, വിശുദ്ധിയുടെ വഴി തിരഞ്ഞെടുക്കുന്നവർക്ക് ഉള്ള വഴി യഹോവാഭക്തിയുടെ വഴിയാണ്. നീതിയുള്ള വഴിയിൽ സമ്പന്നനാകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉള്ള വഴി യഹോവാഭക്തിയുടെ വഴിയാണ്. നിത്യരക്ഷ നേടുവാൻ, നിത്യതയിൽ ഞാനും ചേർക്കപ്പെടണം, എൻ്റെ പേരും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ള വഴി യഹോവാഭക്തിയുടെ വഴിയാണ്. ആ യഹോവയുടെ ഭക്തിയുടെ വഴിയിൽ സഞ്ചരിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കിടയായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.